നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. കേബിൾ സബ്ജക്റ്റഡ് ടു UDL. ഇതിന് തൊട്ട് മുന്നേ നോക്കിയത് കേബിൾ സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് ഓർ പോയിൻറ്റ് ലോഡ് ആയിരുന്നു. അതിൻ്റെ കുറച്ച് ഇക്വേഷൻസും ആ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നോക്കുന്നത് UDL വന്നാൽ ആ കേബിളിൽ UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ വ്യത്യാസം വരും, അതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. UDL എടുക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റഡ് ലോഡിൽ ചെയ്ത പോലെ റിയാക്ഷൻസ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ലോഡെന്ന് പറയുന്ന UDL എന്ന് പറയുന്ന എൻറ്റയർ സ്പാനിൽ ആക്ട് ചെയ്യുന്നുണ്ട്, L എന്ന് പറയുന്ന എൻറ്റയർ സ്പാനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് എടുത്താലും റൈറ്റ് സൈഡ് എടുത്താലും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ ഒരു UDL എടുക്കുകയാണ്. UDL പോയിൻറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു മിഡിൽ പോയിൻറ്റ് ബേസ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ മിഡിൽ പോയിൻറ്റ് ബേസ് ചെയ്ത് എടുക്കുമ്പോൾ അവിടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ തന്നെ വരും, ഈ VAയുടെയും VBയുടെയും സപ്പോർട്ടിൽ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുമ്പം ഈക്വൽ ആയിരിക്കും. അതാണ് VA ഈക്വൽ ടു VB ഈസ് ഈക്വൽ ടു W ഇൻറ്റു L/2 എന്ന് വന്നേക്കുന്നത്. ഇനി റിയാക്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മൊമെൻ്റ് എടുക്കുമ്പോൾ സെൻറ്റർ പോയിൻ്റ് ബേസ് ചെയ്ത് എടുക്കാം. അങ്ങനെയാണെങ്കിൽ H ഉണ്ട്, നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്മോൾ h ആയിട്ട് എടുത്തു. അപ്പോൾ H ഇൻറ്റു H മൈനസ് ഇവിടെ VA ഉണ്ട്, മേളിലോട്ടാണ് പോകുന്നത്. VA ഇൻറ്റു ഇവിടെ ഹാഫ് ഡിസ്റ്റൻസിൽ L/2 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. പ്ലസ് ഓൾറെഡി ഇവിടെ എന്തുണ്ട്, VB അടുത്ത് W L/2 ആണ്. ഈ W L/2 എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് L/4ലായിരിക്കും ആക്ട് ചെയ്യുന്നത്. L/4 എന്ന് വെച്ചാൽ L/2 ഡിവൈഡഡ് ബൈ L/2. വീണ്ടും ഈ L/2ൻ്റെ തന്നെ പകുതിയിലാണ് വീണ്ടും ഇത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് L/4 വന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് സോൾവ് ചെയ്ത് വരുമ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് H ഇസ് ഈക്വൽ ടു WL²/8. ഓക്കെ, H ഇസ് ഈക്വൽ ടു WL²/8. ഇനി അടുത്ത് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ T ഇസ് ഈക്വൽ ടു √V² + H² ആണ്. ഈ V മാക്സിമം ഉള്ള വാല്യൂ എന്ന് പറയുന്നത് WL/2 ആണ് അറ്റ് സപ്പോർട്ടിൽ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ T മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് T മാക്സിമം T മിനിമം ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ചെയ്യണമെന്ന്. പറഞ്ഞിട്ടില്ലെങ്കിലും ആ ചെയ്യുന്ന സ്റ്റെപ്സ് അതേപടി ഫോളോ ചെയ്യുക. T മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള V²ൻ്റെയും H²ൻ്റെയും വാല്യൂ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന സമയത്ത് T മാക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇതാണ് T മാക്സ്. WL/2 ഇൻറ്റു √1 + L²/16 H². ഇനി നമുക്ക് T മിനിമം കാൽക്കുലേറ്റ് ചെയ്യണം. T മിനിമം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ V മിനിമത്തിൻ്റെ വാല്യൂ മീൻസ് Vയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുക അറ്റ് സെൻറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T മിനിമത്തിൻ്റെ നമുക്ക് എങ്ങനെ കിട്ടും, T മിനിമം ഈസ് ഈക്വൽ ടു H ആയിട്ട് നമുക്ക് എടുക്കാം. T മിനിമം ഈസ് ഈക്വൽ ടു H. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഈ കേബിൾ എന്ന് പറയുന്നത് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാറില്ല പൊതുവെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വന്നിരിക്കുന്ന ടെൻഷൻ ഇതെന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഉള്ള ഫോഴ്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ കേബിൾ പോർഷനിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അത് ടെൻഷൻ T ആയിട്ട് നമ്മൾ എടുക്കുന്നു. പക്ഷേ ഇതൊരു ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ റെസൊല്യൂഷനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. റെസൊല്യൂഷൻ എടുക്കുമ്പോൾ അറിയാമല്ലോ, T cos θയും T sin θ ആയിട്ട് വരും. അപ്പോൾ അതിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്ത് ചെയ്യാം. H = 0 എടുക്കാം. H = 0 എടുക്കുന്ന സമയത്ത് H = ഇവിടുത്തെ T cos θ എന്ന് വരും ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത V = 0 എടുക്കുക. V = 0 എടുക്കുന്ന സമയത്ത് VA ഉണ്ട്, VA മൈനസ് T sin θ എന്ന് വരും. പിന്നെ അവിടെ ആക്ട് ചെയ്യുന്ന എന്തുണ്ട്, നമ്മുടെ UDL കൂടെ ഉണ്ട്, W ഇൻറ്റു X ആയിട്ട് നമ്മൾ എടുക്കുന്നു = 0. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് അതും നമുക്കൊരു ഇക്വേഷനായിട്ട് കിട്ടും. T sin θ = WL/2 മൈനസ് WX. ഈ കിട്ടിയ ഇക്വേഷൻസ് 1 and 2 ഇക്വേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 2/1 എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ sin θ cos θ എന്ന് Tയും Tയും കട്ട് ചെയ്ത് പോകും. sin θ cos θ tan θ ആണ്. tan θ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻസ് ബേസ് ചെയ്ത് എഴുതുമ്പം ആൻസർ WL/2 മൈനസ് WX/H എന്നാണ് വരുന്നത്. tan θ എന്ന് പറയുന്നത് നമുക്ക് dy/dx ആയിട്ട് എടുക്കാം. അപ്പോൾ dy/dx = 1/h ഇൻറ്റു WL/2 മൈനസ് W ഇൻറ്റു X എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ കിട്ടിയ ഇക്വേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ dy/dx ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് വേറൊരു ഫോമിലാണ് കിട്ടുന്നത്. y = 1/h WL/2 ഇൻറ്റു X
മൈനസ് wx²/2 പ്ലസ് കെ. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അതിൻ്റെ ഫോമിലേക്ക് അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഈ ഇക്വേഷൻസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വൈക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ആ വൈക്ക് കിട്ടുന്ന ഇക്വേഷൻസും പഠിച്ചു വെച്ചേക്കാം. y = 4hx × L - x/L². ഇതെന്ന് പറയുന്നത് ഒരു പാരാബോളിക്കിൻ്റെ, ഒരു കേബിൾ പാരാബോളിക് ആണെങ്കിൽ ആ പാരാബോളിക്കിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ y എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ കേബിളിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. കേബിളിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ds = √dx² + dy² ആണ്. അത് ലാസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 + 1/2 × 4hL² × L - 2x² എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഹോൾ സ്ക്വയർ ആണേ. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ds വെച്ചിട്ടാണ് വാല്യൂ കിട്ടുന്നത്. ഇനി കിട്ടിയ ആ ds വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ്സ് കൂടെ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 0 to L ആണ് ലിമിറ്റ്സ്. അതുകൂടെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L + 8h²/3L. ഇതെല്ലാം സിമ്പിൾ മാത്സിൽ സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് സമയം എടുത്ത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈസിയാണ്.